ഇത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, വിധവയാണ്. ഭർത്താവിന്റെ മരണശേഷം ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പഴങ്ങളെ കച്ചവടം ചെയ്യാനായിട്ട്, പഴങ്ങൾ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് ഈ സ്ത്രീ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് സ്ട്രീറ്റിൽ പഴക്കച്ചവടം നടത്തുന്ന സമയത്ത് വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു കാറിൽ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരടുത്ത് ചോദിച്ചു, 1 കിലോ പഴത്തിന് എത്രയാണ് വില? ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ ദയാപൂർവം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സാറേ 1 കിലോയ്ക്ക് വെറും $7 ഉള്ളു സാറേ. ഇത് കേട്ടത് അയാൾ ചെറുതായിട്ടൊന്ന് പരിങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വേണമെങ്കിൽ ഒരു $5 തരാം, നടക്കുമോ? ഇത് കേട്ടെന്ന് പുള്ളിക്കാരി ചെറിയൊരു സങ്കടത്തോടു കൂടി തല ഇങ്ങനെ ആട്ടിയിട്ട് പറഞ്ഞു, അയ്യോ സാറേ വേണമെങ്കിൽ $1 കുറച്ച് $6 തരാം, $5 തന്നെ എനിക്ക് വലിയ നഷ്ടമാ സാറേ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടതും പെട്ടെന്ന് പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ വണ്ടി അടച്ചിട്ട് പുള്ളിക്കാരന്റെ പാട്ടിന്. ഈ സംഭവത്തിന് ശേഷം ആ ദിവസം മുഴുവനും ഈ പഴങ്ങളൊക്കെ ആയിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ പോലും ഒരു പഴം പോലും അവിടെ നിന്ന് വാങ്ങിച്ചില്ല. മാത്രമല്ല അടുത്ത ദിവസം ഈ സമ്പന്നനായ ഈ ഒരു യാത്രക്കാരുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം ഡെസേർട്ടിനായിട്ട് കുറച്ച് പഴം ചോദിക്കുക. 2 പഴം കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ വെയിട്രസ് 2 പഴം കൊണ്ടുവച്ചു. നോക്കിയപ്പോൾ $5 ആണ് ആ ഒരു റേറ്റ്. കാരണം കഴിഞ്ഞ ദിവസം $7 1 കിലോ ആണ് കിട്ടിയത്. പക്ഷെ ഇവിടെ വെറും 2 പഴത്തിന് തന്നെ $5 ആകുന്നു. പുള്ളിക്കാരൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ പേ ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടി പെട്ടെന്ന് ബില്ലൊക്കെ പേ ചെയ്തു. മാത്രമല്ല ഈ വെയിട്രസിന് കുറച്ച് ടിപ്പ് കൂടെ കൊടുത്തു. പക്ഷെ ഈ സംഭവങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് പുള്ളിക്കാരന് പെട്ടെന്ന് ഒരു ക്ലിക്ക് അടിക്കുക. ഇന്നലെ ഞാനാണെങ്കിൽ 1 കിലോയ്ക്ക് അവർ $5 അല്ലെ $6 തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വെറും 2 പഴത്തിന് ഞാൻ $5 കൊടുത്തു പോയല്ലോ. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് കുറ്റബോധം. കാരണം ആ സ്ത്രീ അത്രത്തോളം പഴം അപ്പൊ $6 കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ റിജക്ട് ചെയ്തിട്ട് ഇന്ന് വെറുതെ 2 പഴത്തിന് $5 കൊടുത്തപ്പോൾ ഭയങ്കര സങ്കടം സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെ കണ്ട സ്ട്രീറ്റിലേക്ക് വണ്ടി എടുത്തു. പക്ഷെ ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് വണ്ടി ഓടിച്ച് ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ എങ്ങും ആ സ്ത്രീയെ കാണുന്നില്ല. അപ്പൊ അവിടെ നിന്ന് ഒരു പയ്യന്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു, മോനെ ഇവിടെ പഴങ്ങളൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രായമായ സ്ത്രീയെ മോൻ കണ്ടായിരുന്നു? അപ്പൊ ആ പയ്യൻ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, അയ്യോ ചേട്ടാ, ഇന്നലെ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ അമ്മ കഴിക്കാൻ ആഹാരമില്ലാതെ വിശപ്പ് കാരണം ഇവിടെ ബോധം കെട്ടി വീണ് മരിച്ചു പോയി ചേട്ടാ. ഇത് കേട്ടത് അയാൾ ഭയങ്കര ഷോക്കായി, നെർവസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് പുള്ളിക്കാരൻ വളരെ സങ്കടത്തോടു കൂടി മുട്ട് കുത്തിയിരുന്ന് അവിടെ നിന്ന് കരയേണ്ട അവസ്ഥ വന്നു. ശരിക്കും പറയാൻ നമ്മുടെ സമൂഹത്തിൽ ഇന്നും എന്നും എപ്പോഴും നടക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണമുള്ളവർക്ക് എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഒന്നും ചിന്തിക്കാതെ പണം വാരി വാരി കൊടുക്കും. പക്ഷെ പണമില്ലാത്ത പാവങ്ങൾ ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അതിജീവനത്തിനായിട്ട് സ്ട്രീറ്റുകളൊക്കെ ഇതുപോലെ ജീവിക്കുവാൻ വേണ്ടി കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ മാനം കെട്ട് നാണം കെട്ട് നമ്മൾ വില പേശാറുണ്ട്. സോ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്.